പരിപാടികളും നടത്തി. എന്തെങ്കിലും ഒരു പരിപാടി നടത്തട്ടെ എന്ന് പറഞ്ഞ് നടത്തിയവരുമുണ്ട്. പക്ഷേ ഇവിടെ നടന്ന ഈ അക്ഷര പൂജയുണ്ട് ഇത്രയേറെ മഹത്തായ, ഉദാത്തമായ, ഉത്കൃഷ്ടമായ മറ്റൊരു പരിപാടിയില്ല എന്ന് പറയുവാൻ ഒരു സന്ദർഭം ഉപയോഗിക്കും. കാരണം ലക്ഷണമൊത്ത പദ്യങ്ങൾ ഓർത്തുവെച്ച് അതിന്റെ നിയതമായ താള വ്യവസ്ഥ, അതിങ്ങനെ മത്സരബുദ്ധിയോടെ ഒന്നുമല്ല, ആരോഗ്യകരമായ ഉത്തേജനത്തോടെ. ഈ പ്രായത്തിലൊക്കെ മത്സരിച്ചെത്തിയ ആരോഗ്യകരമായ ഉത്തേജനത്തോടെ ഇതിനെ ഉപാസിക്കുന്ന ആ ഒരു അക്ഷരപൂജ, ഞാൻ ആ വാക്ക് തന്നെ ആവർത്തിക്കട്ടെ, അതിനെ എത്ര ശ്ലാഘിച്ചാലും മതിയാണ്. അക്ഷര ശ്ലോകമൊക്കെ ബാല്യത്തിലും നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലും ഒക്കെ കേട്ടിട്ടുണ്ട്. അതിലിങ്ങനെ അക്ഷരത്തിൽ നിന്ന് ഔട്ടാവും, സ്റ്റോക്ക് തീരുമ്പോ ഔട്ടാവും. സ്റ്റോക്ക് തീരുമ്പോ ഔട്ടായി അവസാനം അവശേഷിക്കുന്ന ആളല്ലേ അതിൽ വിജയിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഈ സദസ്സിനില്ല. വിദ്യാധിരാജ അക്ഷര ശ്ലോക സമിതിയെ സംബന്ധിച്ച് സ്റ്റോക്ക് തീർന്ന ഒരാൾ ഔട്ടാകുന്ന വിഷയം ഇല്ല. സമയം തീർന്നിട്ട് മൊത്തം ഔട്ടാകുന്നെങ്കിലേ ഉള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ വരികയും അക്ഷര ശ്ലോകം നിൽക്കുകയും അല്ല, ആരെങ്കിലും ഔട്ടായിട്ടാണ്. അത്രയേറെ പദങ്ങളും പദ്യങ്ങളും ശ്ലോകങ്ങളും ഹൃദിസ്ഥമാക്കിയിട്ട് മലയാളത്തെയും സാഹിത്യത്തെയും ഏറ്റവും സമുചിതമാം വിധം ഉപാസിക്കുന്നവരുടെ ഈ അരങ്ങ് ഏറ്റവും വിശിഷ്ടമാണ് എന്ന് പറയട്ടെ. ഇപ്പോ മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു മലയാളം പ്രൊഫസറെ വിളിച്ചിട്ട് അവരൊരു ക്ലാസ് സംഘടിപ്പിച്ചു. അദ്ദേഹം അവിടെ വന്നിട്ട് ഒരു ക്ലാസ് എടുത്തു. കഴിഞ്ഞ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. മീറ്റിംഗിൽ ആരോ പറഞ്ഞു, അദ്ദേഹം അവിടെ പറഞ്ഞത് ഭാഷയിലെ തെറ്റുകളെ കുറിച്ചാണ്. ഭാഷയുടെ ഉപയോഗത്തിൽ ഒരുപാട് തെറ്റുകൾ വരും. പുള്ളി വളരെ രസകരമായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കുക എന്ന് നമ്മൾ ബോർഡ് എഴുതി വെക്കുമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പലയിടത്തും എഴുതി വെച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിന് പകരം ദീർഘമിട്ടിരിക്കുകയാണ്. പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കേണ്ടത് പോക്കറ്റ് അടിക്കാരാണ്. ആളുകൾ നല്ല ബോധത്തോടെ നിൽക്കുകയാണ്, ഉച്ചയ്ക്ക് മുമ്പാണ്, എല്ലാവരും നല്ല സ്വഭാവത്തിൽ നിൽക്കുകയാണ്. പോക്കറ്റ് അടിക്കാർ സൂക്ഷിച്ചു വേണം പോക്കറ്റ് അടിക്കാൻ. അപ്പൊ ആ ഉദ്ദേശിക്കുന്നതിന്റെ വിപരീത അർത്ഥത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ശുദ്ധമലയാളം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ശ്രീ പത്മന രാമചന്ദ്രൻ എഴുതിയ ശുദ്ധമലയാളം വായിച്ച ഓർമ്മയാണ് എനിക്കുള്ളത്. അതിൽ അദ്ദേഹം പണ്ട് കുറെ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിരുന്നു. പഴയ അച്ഛന്റെ ഷർട്ട്, അച്ഛന്റെ പഴയ ഷർട്ടാണ്. കാണാതായ ഗോപാലപിള്ളയുടെ ആട്. ഇങ്ങനെയുള്ള തെറ്റുകൾ, പ്രയോഗത്തിലെ തെറ്റുകൾ പറയുകയുണ്ടായി. പ്രയോഗത്തിൽ അങ്ങനെ ഒരുപാട് തെറ്റുകൾ. നമ്മൾ ഈ ഭാഷ ഉപയോഗിക്കുമ്പോഴുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ അച്ചടി വടിവിൽ തന്നെ പറയണമെന്നില്ല, എല്ലാത്തിനും മലയാളം വേണമെന്നില്ല. ഇന്ന് രാവിലെ ആയുർവേദ കോളേജിൽ വെച്ചാണ് തോന്നുന്നു ഒരാൾ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, സാർ സൂപ്രണ്ടിന്റെ മലയാളം എന്താ? സൂപ്രണ്ടിന്റെ മലയാളം പറഞ്ഞിട്ട് ഇനി വല്ല കാര്യമുണ്ട്? സൂപ്രണ്ടിനെ സൂപ്രണ്ടായി നിയമിക്കുകയും സൂപ്രണ്ടായി ജോലി ചെയ്യുകയും സൂപ്രണ്ടായി തുടരുകയും ചെയ്യുമ്പോൾ ലോക മാതൃഭാഷാ ദിനത്തിൽ മാത്രം അദ്ദേഹം സൂപ്രണ്ട് അല്ലാതാകേണ്ട കാര്യമുണ്ടോ? സൂപ്രണ്ട് എന്ന് മലയാളം വേണ്ട. അപ്പൊ ഞാൻ അയാളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഉത്തരം കിട്ടാതെ വരുമ്പോഴെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ തിരിച്ചു ചോദിക്കാറുണ്ട്. കോട്ടയത്തുകാർക്കാണ് ഈ പ്രശ്നം കൂടുതലുള്ളത്. കോട്ടയത്തുകാരോട് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ഇവിടെ കോട്ടയത്തുകാരുണ്ട്. കോട്ടയത്തുകാരെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ശ്രീ ചെമ്മനം ചാക്കോയോട് ഇങ്ങനെ ചോദിച്ചു. ഞങ്ങൾ ഒരുമിച്ചൊരു മീറ്റിങ്ങിന് കാറിൽ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഈ കോട്ടയത്തുകാരെ കുറിച്ചൊരു അപവാദമുണ്ട്, സൂക്ഷിച്ചാൽ അവരോട് എന്ത് ചോദിച്ചാലും അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കുമെന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞെന്താന്നറിയോ? നിങ്ങളോട് ഇതാര് പറഞ്ഞു? അപ്പൊ ഞാൻ ഇതിന്റെ ഓർമ്മയിൽ എവിടെയോ കിടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സൂപ്രണ്ടിന്റെ മലയാളം ചോദിച്ച ആളോട് ഞാൻ തിരിച്ചു ചോദിച്ചു, മെഡിക്കൽ കോളേജിന്റെ മലയാളം എന്താണ്? മെഡിക്കൽ കോളേജിന്റെ മലയാളം ഉണ്ടോ?
ഹോമിയോയ്ക്ക് മലയാളമുണ്ടോ? അപ്പോൾ പലതിനും മലയാളം തന്നെ ഉപയോഗിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഒരു ഭാഷ വളരുന്നത് പറയുമല്ലോ ആദാന പ്രധാന പ്രക്രിയയിലൂടെ, കൊണ്ടും കൊടുത്തുമാണ്. നല്ലതൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട്, ചീത്തയായവയെ വർജിച്ചുകൊണ്ട്. അരയന്നത്തെ കുറിച്ച് പറയും. സംസ്കൃതത്തിലെ ഒരു പ്രയോഗം വന്നത് അങ്ങനെയാണ്. ത്യാജ്യ ഗ്രാഹ്യ വിവേചന ശക്തി എന്നൊരു പ്രയോഗം. ത്യജിക്കേണ്ടതിനെ ത്യജിക്കുകയും ഗ്രഹിക്കേണ്ടതിനെ ഗ്രഹിക്കുകയും ചെയ്യണമെന്നാണ്. ത്യാജ്യ ഗ്രാഹ്യ വിവേചന ശക്തി. ഈ പ്രയോഗം അറിയുന്നതിന് മുമ്പാണ് ഞാൻ പണ്ട് അധ്യാപകനായിരുന്നു. വീട്ടിലാണ് അധ്യാപനം നടത്തിയത്. കുറെ കുട്ടികൾ പഠിക്കാൻ വരുമായിരുന്നു. ഇംഗ്ലീഷ് പെൺകുട്ടികളാണ് അധികവും. അപ്പൊ ഞാനിങ്ങനെ പല കാര്യങ്ങളും പറയും. ഇന്നത്തെ പ്രായത്തിൽ തന്നെ ഇത്രയും ആവേശത്തോടെ പറയുമ്പോൾ അന്ന് 20-24 വയസ്സുള്ളപ്പോൾ എന്തെല്ലാം പറഞ്ഞിരിക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പലതിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഇടയ്ക്കിടയ്ക്ക് എഴുതിയെടുക്കും. ഞാൻ വിചാരിച്ചു പറയുന്നതിലെ കൊള്ളാവുന്ന ഭാഗങ്ങളൊക്കെ എഴുതിയെടുക്കുകയാണ്. നല്ല ഗ്രഹണശേഷി. ഒരു ദിവസം അതിന്റെ നോട്ട്ബുക്ക് കണ്ടപ്പോ അത് എഴുതിയിട്ടിരിക്കുന്നു, ധൂമക്കടിയോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ആരോ വീണപ്പോൾ ധൂമക്കടിയോ എന്ന് പറഞ്ഞ് വീണു എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് എഴുതിയിട്ടിരിക്കുന്നത്. അതിനു മുമ്പ് എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു, എന്തെല്ലാം ശ്ലോകങ്ങൾ പറഞ്ഞു, വേർഡ്സ്വർത്തിനെ കുറിച്ച് പറഞ്ഞു, എന്തെല്ലാം. In every man's heart there is a secret nerve that answers to all vibrations of beauty. സൗന്ദര്യത്തിന്റെ സമസ്ത പ്രകമ്പനങ്ങളോട് പ്രതികമ്പനം ചെയ്യുന്ന ഒരു അജ്ഞാത നർവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോഴൊന്നും കുറച്ചെഴുതിയില്ല. അപ്പൊ ത്യാജ്യ ഗ്രാഹ്യ വിവേചന ശക്തി നോക്കണം. ത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അരയന്നമാണ്. അരയന്നം വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ അരയന്നം പാലിനെ മാത്രം കുടിക്കുകയും വെള്ളത്തെ പുറന്തള്ളുകയും ചെയ്യും. ത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തി. അങ്ങനെയാണ് അരയന്നങ്ങളെ നമ്മൾ കാണാതെ ആയത്. അരയന്നത്തിന് വെള്ളം മാത്രമേ കിട്ടിയുള്ളൂ. അരയന്നങ്ങൾക്ക് വംശനാശം വരികയും ചെയ്തു. ഞാൻ പറയുന്നത് നമ്മുടെ മിൽമയൊക്കെ അരയന്നത്തെ വളർത്തേണ്ടതാണ്. അപ്പോൾ ത്യാജ്യ ഗ്രാഹ്യ ഒരു യൂണിറ്റ്, അരയന്നം യൂണിറ്റ് തുടങ്ങേണ്ടതാണ്. അരയന്നങ്ങളുടെ വീട് മിൽമയാണ് തുടങ്ങേണ്ടത്. ത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തിയോടെ ആണ് നമ്മൾ ഭാഷ സ്വീകരിക്കേണ്ടത്. ഭാഷ കൊണ്ടും കൊടുത്തും വളരേണ്ടതാണ്, അല്ലേ? പക്ഷെ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയായിരിക്കും. ഈ അക്ഷര വടിവിന്റെ പുറകെ നമ്മൾ പോകേണ്ടതില്ല. അച്ചടി ഭാഷയുടെ പിന്നാലെ പോകേണ്ടതില്ല. അതുകൊണ്ടാണ് പിയാദികാർ പറയുന്ന ഒരു തമാശയും. വർഷങ്ങൾക്ക് മുമ്പ് ജേർണലിസം പഠിച്ചപ്പോൾ ഞാനും അത് കേൾക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ജേർണലിസം വിദ്യാർത്ഥികളോടും പഴയ അധ്യാപകർ അത് തന്നെ പറയുന്നുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നോ, ഈ റേഡിയോയിൽ ഒരു അറിയിപ്പുണ്ടായി. സമുദ്രം ക്ഷോഭിച്ചിരിക്കുന്നത് കൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. സമുദ്രം പ്രകൃതിക്ഷോഭം കാരണം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സമുദ്രത്തിലേക്ക് ഇറങ്ങരുത്. ഇത് പല കടാപ്പുറങ്ങളിൽ ചായപ്പീടികളിൽ ചായ കുടിച്ചിരിക്കുന്നവർ അവിടെ വെച്ചിരിക്കുന്ന മർഫി റേഡിയോയിൽ നിന്ന് ഇത് കേട്ടതാണ്. അവര് ചായ ഗ്ലാസ് കൊണ്ട് വെച്ചിട്ട് നേരെ കടലിലേക്ക് പോയി. ആ പോക്ക് കടലിലേക്ക് തന്നെയായിരുന്നു. എന്താ സംഭവിച്ചത്? അവർക്കറിയില്ലായിരുന്നു അവർ ഏർപ്പെട്ടിരുന്നത് മത്സ്യബന്ധനത്തിലായിരുന്നു. മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കടലിൽ ഉണ്ടായിരുന്നേനെ, അവരൊരിക്കലും കടലിലേക്ക് പോകില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം പറയാൻ. കഴിഞ്ഞ ദിവസം യുവേനീസ് കോളേജിൽ ഞാൻ പോയിരുന്നു. എന്റെ മകൻ അവിടെ പഠിക്കുന്നത് കൊണ്ട് പോയതല്ല, നിർബന്ധമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞ പാരന്റ് ടീച്ചർ അസോസിയേഷന്റെ മീറ്റിങ്ങിനെ ക്ഷണിച്ചപ്പോൾ പോയതാണ്. പാരന്റ് ടീച്ചർ മീറ്റിംഗ് അധ്യാപകരെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. അവരുടെ മുമ്പിൽ എല്ലാവരും കുട്ടികളാണ്. കുട്ടികളുടെ അച്ഛനും കുട്ടിയാണ്. എല്ലാവരും കുട്ടികളായിട്ടാണ് അവർ കാണുക. അപ്പോൾ അവരെല്ലാം വന്ന് മാറി നിൽക്കും. ഞാനും അങ്ങനെ തന്നെ നിന്നു. അതൊരു രസമാണല്ലോ, അപൂർവമായിട്ടല്ല എങ്ങനെ നിൽക്കാൻ പറ്റും. അപ്പൊ ഈ ടീച്ചർ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവിടെ നിന്നോ എന്നുള്ള പറ്റി. അപ്പോ അവിടെ ആ പോയ കൂട്ടത്തിൽ ഞാൻ അതിന്റെ മിനേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്റെ ഒരു സുഹൃത്താണ് ശ്രീ എബ്രഹാം
എബ്രാൻ ജോസഫ്, നമ്മുടെ ഈ ക്വിസ് മത്സരത്തിലൊക്കെ വരുന്ന പ്രസിദ്ധനായ എബ്രാൻ ജോസഫ്. ഇവിടെ വലിയ ക്യൂ ആയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കയറി ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി സന്ദർഭവശാൽ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ അവിടെ പണ്ടൊരു പ്രിൻസിപ്പൽ അച്ഛനുണ്ടായിരുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പണ്ടത്തെ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ചായയും ചേരുന്ന പള്ളിയിലച്ഛന്മാരെ കുറിച്ചാണ്. അച്ഛന്മാരെല്ലാം സ്ട്രിക്റ്റ് ആണ്. കുഞ്ചറിയ എന്ന് പറഞ്ഞ ഇവിടെ പണ്ട് സെന്റ് ജോസഫിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. ഈ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആണ്. മാത്രമല്ല അദ്ദേഹം മലയാളം വളരെ ശക്തമായും വ്യക്തമായും പറയുന്ന ആളായിരുന്നു. മലയാളം വളരെ വ്യക്തമായി അക്ഷര ശുദ്ധിയോടെ ഈ പറഞ്ഞ അച്ചടി ഭാഷയിൽ സംസാരിക്കും. അപ്പോ ഒരു കോളേജിലേക്ക് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, കാശുകാരനായ വിദ്യാർത്ഥി, സമ്പന്നനായ വിദ്യാർത്ഥി, ഇന്നൊരു വലിയ വ്യവസായിയായി തീർന്നിരിക്കുന്ന വിദ്യാർത്ഥി പറഞ്ഞു വരുമ്പോൾ ആ വ്യവസായം നമ്മൾ അറിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ പേര് പറയാതെ പോകുന്ന ആ വിദ്യാർത്ഥി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ലപോലെ കാശ് മുടക്കി ഏറ്റവും നല്ല മേക്കപ്പിൽ ഒരു മദാമ്മയായി വേഷമിട്ട് വന്നു. ഇയാള് അത്ര വെളുത്ത ആളല്ല, പക്ഷെ മേക്കപ്പ് വന്നു കഴിഞ്ഞാൽ ഏത് വെളുത്ത ആളും പുറകെ പോകുന്നു. നമുക്ക് സിനിമ ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ മേക്കപ്പ് ഇട്ട് അവിടെ വന്നു, മദാമ്മയുടെ വേഷത്തിൽ വന്നു, മദാമ്മയുടെ ഡ്രസ്സിൽ വന്നു. ഇപ്പൊ എല്ലാവർക്കും മദാമ്മയാണെന്നേ തോന്നിയുള്ളൂ, അത്ര നല്ല മേക്കപ്പ്. ഇയാൾ വന്നപ്പോ എല്ലാവരും ശ്രദ്ധിച്ചു, ഏതോ ഒരു മദാമ്മ വന്ന് ചെയ്തിരിക്കുന്നു. അപ്പൊ തിരുവാതിര നടക്കുന്നു, പെൺകുട്ടികളുടെ തിരുവാതിര നടക്കുന്നു. തിരുവാതിര മതം ആസ്വദിച്ചു, ആദ്യം കാണുന്നവർ ആസ്വദിച്ചു. എന്നിട്ട് ഈ തിരുവാതിര കളിയിൽ ഇടയിൽ കൂടെ കയറി കളിയുണ്ട് മദാമ്മ. അവരങ്ങനെയാണല്ലോ, ആ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. ഇൻഹിബിഷൻസ് ഇല്ലാത്ത നാടാണ് അല്ലേ? നമുക്ക് മൊത്തം ഇൻഹിബിഷൻസ് ആണ്. എന്റെ അഭിപ്രായത്തിൽ അത് നന്നായി. ഇൻഹിബിഷനും കൂടെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയിൽ വെച്ചു മദാമ്മ കളി തുടങ്ങി. പെൺകുട്ടികൾക്കൊക്കെ ഈ തിരുവാതിരയുടെ സ്റ്റെപ്പ് തെറ്റി, അല്ലെങ്കിൽ തെറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആകെ തെറ്റി. അപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ പയ്യന്മാർക്ക് വെനീസ് കോളേജാണെന്ന് നോക്കണം, പഴയ കാലമാണെന്ന് നോക്കണം. അവർക്കും ഒരു രസമായി. അവർ മദാമ്മയെ കയറി പിടിച്ചുകൊണ്ട് വേറെ ഡാൻസ് തുടങ്ങി. മദാമ്മ അവരോടൊപ്പം ഡാൻസായി, വേണ്ട ബഹളമായി. അപ്പൊ അച്ഛൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഏത് രാജ്യത്തെ മദാമ്മ. ഒടുവിൽ മദാമ്മയ്ക്ക് ശല്യം സഹിക്കാൻ വയ്യാതായി. മദാമ്മയാണ് ശല്യം തുടങ്ങിയത്. മദാമ്മയ്ക്ക് ശല്യം സഹിക്കാൻ വയ്യാതെ മദാമ്മ ഇറങ്ങി ഓടാൻ തുടങ്ങി. ഓടിയപ്പോ ഈ ഡ്രസ്സ് പൊക്കി പിടിച്ചു, പാൻസ് ഇട്ടിരിക്കുന്നു. അച്ഛന് സംശയം തോന്നി, അച്ഛന്റെ സംശയം ബലപ്പെട്ടു. അച്ഛൻ അപ്പൊ അന്ന് 2 അംഗരക്ഷകരുണ്ട്. പാറശാല കളിക്കാവുള്ള ഭാഗത്തുള്ള 2 അംഗരക്ഷകരാണ്. എന്തിനു പോകുന്നവർ, ഈ കളരിപ്പയറ്റൊക്കെ അറിയുന്ന 2 അംഗരക്ഷകരുണ്ട്. അവരോട് പിടിയടാവനെ എന്ന് പറഞ്ഞാൽ അവർ പോയി അപ്പ പിടിക്കുമായിരുന്നു. അച്ഛൻ പറഞ്ഞത് പിന്തുടരുന്ന. അവർക്കൊന്നും മനസ്സിലായില്ല. അവരെ തൊഴുതുകൊണ്ട് നിന്നു. അങ്ങനെ ഭാഷ പ്രയോഗിക്കേണ്ടത് മനസ്സിലാകുന്ന വിധത്തിലായി. ഭാഷ കൂട്ടും, വികാരം തളർത്തും, ഭാവനയ്ക്ക് പുടകം കിളർത്തും, ചോരയിൽ ചേർന്നലിഞ്ഞിപ്പോ എന്ന് പറഞ്ഞത് ചങ്ങമ്പുഴയാണ്. ഭാഷ പുഷ്പിക്കണം, വികാരം തളർപ്പിക്കണം, ഭാവനയിൽ പുളകത്തിന്റെ അംശങ്ങൾ ഉണ്ടാവണം. നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ അതിൽ ഭാവനയുടെ അംശം കുറയ്ക്കേണ്ടതില്ല. അതുകൊണ്ടാണ് സോമരണിക്കോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ആകർഷകമാകുന്നത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഹിമാലയത്തെ കുറിച്ചുള്ള എന്റെ പ്രസംഗം കേട്ടിട്ട് രോമാഞ്ചം വന്നിട്ട് ആശുപത്രിയിലായവരുടെ എണ്ണം നിരവധിയാണ്. ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല. ഇത് ഭാഷ ഹിമാലയം കണ്ടിട്ടില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് അതിൽ വൈകാരികതയുടെയും ഭാവനയുടെയും എല്ലാം ചമത്കാര നിബിഡമായ ഒരു ആലങ്കാരികതയുടെ പരിവേഷം സൃഷ്ടിക്കുവാൻ സാധിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നിത്യ വിസ്മയമായി മാറിയത്. രാജരാജവർമ്മയെ കുറിച്ച് അദ്ദേഹം പറയും, ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: മലയാള ഭാഷയുടെ വ്യാകരണ വീഥിയിലൂടെ ഇനി മറ്റൊരു രാജപുരുഷൻ കടന്നു പോവുകയില്ല. മലയാള ഭാഷയുടെ വ്യാകരണ വീഥിയിലൂടെ. ഞാൻ ഈ അടുത്ത കാലത്ത് അഴീക്കോടിന്റെ അനുസ്മരണം ചെറായിയിൽ സഹോദരൻ സ്മാരകത്തിൽ നടത്തിയ സമയത്ത് അവിടെ ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് എന്റെ പ്രസംഗം തുടങ്ങിയത്. ആ വാചകം കടമെടുത്ത് പറയട്ടെ എന്ന് ഞാൻ അവിടെ പറഞ്ഞു. മലയാള ഭാഷയിലെ പ്രഭാഷണ വീഥിയിലൂടെ ഇനി മറ്റൊരു വല്ലഭൻ കടന്നു പോകുമെന്ന് തോന്നുന്നില്ല, ലക്ഷണങ്ങൾ കിട്ടും. അപ്പോൾ ഭാഷ പുഷ്പിക്കുന്ന വിധത്തിൽ നമ്മൾ സംസാരിക്കേണ്ടതായി മനോഹരമായ ഒരു അവസ്ഥയാണത്. പക്ഷെ നമ്മളെല്ലാം ബാധിച്ചിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല.
നമ്മളെ ഒരു ഇതികർത്തവ്യത മൂഢതയിലാണ്. ഇതികർത്തവ്യത മൂഢത പറയാൻ തന്നെ ബോൺവിറ്റ് കഴിക്കേണ്ടിയിരിക്കുന്നു. നേരെ പറയണമെന്ന് ഇതികർത്തവ്യത മൂഢതയിലാണ് നമ്മൾ. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പ്രമേയം എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാന പ്രമേയം എന്ന് പറയുന്നതും ഇതികർത്തവ്യത മൂഢതയാണ്. അവിടെ ആരാണ് ഇതികർത്തവ്യത മൂഢനാകുന്നത്? അർജുനനാണ്. പാണ്ഡവപക്ഷത്തെ പ്രതീക്ഷയുടെ നക്ഷത്രമായ, പ്രതീക്ഷയുടെ സുപ്രധാരകമായ അർജുനൻ ഇതികർത്തവ്യത മൂഢനാവുകയാണ്. അതും എവിടെ വെച്ച്? യുദ്ധരംഗത്ത് വെച്ച്. അർജുനനിൽ മാത്രമാണ് പ്രതീക്ഷ എന്നിരിക്കുക. അർജുനൻ അവിടെ ഇരുന്ന് ആ രഥത്തിൽ കുത്തിയിരിക്കുകയാണ്. ആ രഥത്തിൽ നിന്ന് അദ്ദേഹത്തെ ഉയർത്തുന്നതിന് പെട്ട പാട് ശ്രീകൃഷ്ണൻ അറിയാം, പിന്നെ ചിന്മയാനന്ദനും അറിയാം, സ്വാമി ചിന്മയാനന്ദൻ, ഇപ്പോൾ സന്ദീപാനന്ദഗിരിക്കും അറിയാം. ഏറ്റവും വലിയ മോട്ടിവേഷണൽ ഗ്രന്ഥം അതല്ലേ? അപ്പൊ ഇതികർത്തവ്യത മൂഢത നമ്മുടെ ഒരു സ്ഥിരമായ സ്വഭാവമായിരിക്കും. ഈ എത്രയോ വർഷം മുമ്പാണ് ഞാൻ ആ വാർത്ത വായിച്ചത് പത്രത്തിൽ. ബോക്സ് ന്യൂസ് ആയിരുന്നു. ഒരു അച്ഛനും അമ്മയും മകളും അടങ്ങുന്ന കുടുംബം രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ്. നമ്മളെല്ലാം ഷോർട്ട് കട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രെയിൻ പോകുന്ന ഒരു പാളത്തിലൂടെ നടന്നു വരികയാണ്. ഷോർട്ട് കട്ടാണ്. കുറച്ച് ഭാഗം വരുമ്പോൾ നദിയാണ്. നദിയുടെ പുറത്ത് ഈ പാളം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ പാളമല്ല, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ പാളത്തിൽ ഇവർ സ്ഥിരമായി പോകുന്നതുകൊണ്ട് അവർക്ക് ബാലൻസ് ഉണ്ട്. അവർ ബാലൻസ് ചെയ്ത് അച്ഛൻ മുമ്പേ, തൊട്ടുപിറകെ കുഞ്ഞിന്റെ കൈ പിടിച്ച് പെൺകുട്ടിയാണ്, പെൺകുട്ടിയുടെ കൈ പിടിച്ച അമ്മ ഇങ്ങനെ ഒരു പാളം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കെ രാത്രി നമ്മുടെ ട്രെയിൻ, സ്ഥിരമായി ഒരിക്കലും വരാത്ത ട്രെയിൻ അല്ലേ, 6 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ 5:50 വരുന്നത്. രാവിലെ 6 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ വൈകിട്ട് 5:50 വരുന്നത്. ആ ട്രെയിൻ വന്നു. ദൂരെ ഒരു പൊട്ടുപോലെ, അപായത്തിന്റെ ചിഹ്നം പോലെ ട്രെയിൻ കാണുകയും അച്ഛനും അമ്മയും കുഞ്ഞും പാളത്തിന്റെ നടുവിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനാകാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇതികർത്തവ്യത മൂഢനായി ആ അച്ഛൻ പെട്ടെന്ന് ട്രെയിൻ അടുക്കുന്നു. മകളെയും അമ്മയും കെട്ടിക്കൊണ്ടതുകൊണ്ട് അവിടെ തന്നെ നിന്നു. ട്രെയിൻ കടന്നുപോയി. ചതഞ്ഞരഞ്ഞ 3 ശവശരീരങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ട്രെയിൻ കടന്നുപോയി. ഈ വാർത്ത പിറ്റേന്ന് ബോക്സ് ന്യൂസിൽ വരികയാണ്. രാവിലെ നമ്മൾ പ്രഭാതത്തിൽ ഈ പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്ന വാർത്ത, അന്നൊക്കെ ഒരു വാർത്ത വായിച്ചാൽ നമ്മുടെ ഹൃദയത്തെ അത് ബാധിക്കും. ഒരു വാർത്ത, ഇതുപോലെയുള്ള ദുരന്തത്തിന്റെ അംശമുള്ള വാർത്തകൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുക. ആ ദിവസം പോക്കാണ്. ആ ദിവസം മുഴുവൻ അതിന്റെ ഗ്ലാനിയും ഷാഡോയും അതിന്റെ എല്ലാ നിഴലും കരിനീല തടാകം പോലെ മനസ്സ് മാറിപ്പോകും. ഈ വാർത്ത വല്ലാതെ എന്നെ ബാധിച്ചു. ഇപ്പൊ നമുക്ക് അങ്ങനെ ഇല്ല. നമ്മളത് ഇമ്മ്യൂണ്ടായി. എന്ത് വായിച്ചാലും നമുക്കൊരു വിഷയമല്ല അല്ലെ? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, ഒരുത്തനെ കൊന്ന വാർത്ത, എല്ലാം നമുക്ക് പ്രശ്നമല്ല. സെക്രട്ടേറിയറ്റ് വരുമ്പോൾ ചർച്ച നടക്കുന്നു. ഓഫീസുകളിലാണ് ചർച്ച നടക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു. ഏറ്റവും വലിയ ചർച്ചയും സെമിനാർ നടക്കുന്ന ഓഫീസുകളിലാണ്. അപ്പൊ പലരും വരുന്നത് ചർച്ച ചെയ്യുന്നു. ഒരാൾ പറഞ്ഞു അയാൾ ഒരു വിഡ്ഢിയാണ്, അയാൾക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു, അയാൾ ഇങ്ങനെ നിസ്സംഗനായി ട്രെയിൻ വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. 3 പേർക്കും കൂടെ വെള്ളത്തിൽ ചാടിയാൽ മതിയായിരുന്നു. ആ നിമിഷത്തിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായില്ല എന്നുള്ളതാണ്. 3 പേരും കൂടെ വെള്ളത്തിൽ ചാടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓടാമായിരുന്നു അല്ലെ? ഒരാൾ കൈക്ക് പിടിച്ച് ഒരാൾക്ക് ഓടാമായിരുന്നു. അല്ലെങ്കിൽ ഭാര്യയെ വെള്ളത്തിൽ എടുത്തിട്ടിട്ട് അയാൾക്ക് ഓടാമായിരുന്നു. ഭാര്യയെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭമായിരുന്നു. ഒന്നും ചെയ്തില്ല, അയാൾ വിഡ്ഢിയാണ്. ഈ വിധത്തിൽ ചർച്ച പോയപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെല്ലാം നമുക്ക് സ്വച്ഛമായ അന്തരീക്ഷത്തിൽ കറങ്ങുന്ന ഫാനിന്റെ ശീതളിമയിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലേ? ആ നിമിഷത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആ നിമിഷത്തെയാണ് ഒന്നും ചെയ്യാനാകാത്ത, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിയാതെ പോകുന്ന നിസ്സഹായ അവസ്ഥയാണ് ഈ കർത്തവ്യത മൂഢത എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ഗദ്യ കഥ വായിച്ചു. ഈ ഗദ്യകഥകൾക്കും ഗദ്യകവിതകൾക്കുമാണ് ഏറ്റവും അധികം ശക്തി. ചെറിയ കവിതകൾ, പുതിയ കവിതാ സമ്പ്രദായങ്ങളാണ്. ക്യാപ്സ്യൂൾ കവിതകളോളം ശക്തി വേറൊന്നിനുമില്ല. നമ്മുടെ ONV കുറുപ്പ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ മഹാകവി മലയാളത്തിന്റെ, അദ്ദേഹത്തിന്റെ 2 വരി ഒരു ഇല്ലന്റ് മാഗസിനിൽ വായിച്ചിട്ട് എനിക്കത് വല്ലാതെ എന്നെ ആകർഷിച്ചു. അത് ഇതാണ്, എന്താണ്?
നിലാവി ഭൂമിതൻ നിശാവസ്ത്രം, നിലാവി ഭൂമിതൻ നിശാവസ്ത്രം, നീല നിഴലോ നിഴലായി കാൺമത നനുത്ത നഗ്നത. ഇവിടെ ചിന്തയുടെ ചക്രവാളങ്ങൾ തുറന്നിട്ടിരിക്കുന്ന ഈ അഭിമന്യമായ സദസ്സ് അത് ഉൾക്കൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നീല നിഴലായി കാൺമത നനുത്ത നഗ്നത ഭൂമിയുടെ സുന്ദരമായ വരികളാണ്. അദ്ദേഹത്തിന്റെ ഉജ്ജയിനേക്കാൾ എനിക്ക് ആ വരികൾ ഹൃദ്യമായി തോന്നി. ഇപ്പോ ക്യാപ്സ്യൂൾ കവിതകൾക്ക് വളരെ ശക്തിയാണ്. ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണമാകയാൽ ഭാര്യ തൻ പേറങ്ങൻ ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ എന്ന് പറയുന്നതിലേക്ക് എന്തൊരു ശക്തിയാണ്. കാർട്ടൂൺ കവിതകളുണ്ട്. നമ്മുടെ കേരള രാഷ്ട്രീയത്തെ കുറിച്ചുള്ള കാർട്ടൂൺ കവിത പല വേദികളിൽ പറഞ്ഞതാണ്. ഇടയുന്ന പക്ഷം ഇടതുപക്ഷം, ശരിയല്ലേ? വലയുന്ന പക്ഷം വലതുപക്ഷം, അതും ശരിയല്ലേ? അടുത്ത വരിയാണ് ഇടയിൽ സുഖിക്കുന്ന ന്യൂനപക്ഷം. എല്ലാ സൗകര്യവും അവർക്ക്. ഇടയിൽ സുഖിക്കുന്ന ന്യൂനപക്ഷം, ഇടയിലാകുന്നത് ഭൂരിപക്ഷം. ഇത്ര ശക്തമാണ് ഇവിടെ രാഷ്ട്രീയ കാലാവസ്ഥയെ വിശകലനം ചെയ്തുകൊണ്ട് ഇത്ര മനോഹരമായി എഴുതിയിരിക്കുന്നു. അതിനെക്കാളിലേക്ക് രസം തോന്നിയത് വേറൊരു കവിതയാണ്, ഗദ്യകവിതയാണ്. 2 വരിയേ ഉള്ളൂ. റേഷൻ കടക്കാരന്റെ ഭാര്യ പ്രസവിച്ചു, ഒരു വരി. റേഷൻ കടക്കാരന്റെ ഭാര്യ പ്രസവിച്ചു, ഒരു വരി. അടുത്ത വരിയിലെ കവിത തീരുകയാണ്. അടുത്ത വരി എന്താണെന്നല്ലോ, കുഞ്ഞിന് തൂക്കക്കുറവ്. ആർക്കും ഇതേവരെ തൂക്കം തേച്ചൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇതികർത്തകതയെ കുറിച്ചുള്ള ഗദ്യകവിത പറയട്ടെ. അത് അന്ധന്റെ ഭാര്യയെ ഇന്നലെ വായിച്ചതാണ്. അന്ധന്റെ ഭാര്യയെ ബധിരൻ, മറ്റേ വാക്ക് പോയല്ലോ, പീഡിപ്പിച്ചു. ഇപ്പോഴത്തെ വാക്ക്. അന്ധന്റെ ഭാര്യയെ ആരാ പീഡിപ്പിച്ചത്? ബധിരൻ. അതായത് സൗകര്യമുണ്ട്, അവര് പറയുന്നത് അറിയൊന്നും കേൾക്കത്തില്ല. പീഡിപ്പിച്ചു. ഏക സാക്ഷി ഒരു ഊമ. ഊമയാണ് ഏകസാക്ഷി. ഈ കഥയുടെ തലക്കെട്ട് ഇതികർത്തവ്യതാമൂഢത. ഇതികർത്തവ്യതാമൂഢതയെ കുറിച്ച് ഞാൻ സാധാരണ പലയിടത്തും പല സന്ദർഭങ്ങൾ, പല ജീവിത സന്ദർഭങ്ങളും എടുത്ത് പാരഗ്രാഫുകളോട് പറയാറുണ്ട്. എന്തിനു പറയണം? ഈ ഊമയുടെ ഒരു അവസ്ഥയില്ലേ, അന്ധനെ ഇത് അറിയിക്കാൻ കഴിയാത്ത വിക്കി നിൽക്കുന്ന, അല്ലെ, വിക്കുകൾ കൊണ്ടത്ത പറയാൻ വഹിയ സൽക്കഥ വളരെ അറിഞ്ഞൊരു ദേഹം, കംസൻ, കൃഷ്ണൻ. അത് വിക്കനാണ്, ഇത് വിക്കനുമല്ല, ഊമ. ഞാൻ ഇതെല്ലാം വിസ്തരിച്ചു പറഞ്ഞത് ആ വിധത്തിലുള്ള ഇതികർത്തവ്യത മൂഢതയിലേക്ക് ജീവിതത്തിലും ഭാഷയിലും, ഭാഷ കൈകാര്യം ചെയ്യുമ്പോഴും നമ്മൾ പോകരുത് എന്ന് പറയുവാനാണ്. വേണ്ട കഴിവില്ല. നമ്മൾ ഇതികർത്തവ്യത മൂഢത കൊണ്ടാണ് സൂപ്രണ്ടിന്റെ മലയാളം ചോദിച്ചത്. തിരിച്ച് അത് മലയാളം അറിഞ്ഞുകൂടാത്ത ഇതികർത്തവ്യത മൂഢയിൽ നിന്നാണ് ഞാൻ മെഡിക്കൽ കോളേജിന്റെ മലയാളം അങ്ങോട്ട് ചോദിച്ചത്. ഇതൊന്നും ആവശ്യമില്ലാത്ത സുതാര്യമായ സുന്ദരമായ അനവധ്യഹൃദ്യമായ ഭാഷയെ പുഷ്പിക്കുന്ന വിധത്തിലുള്ള, ഭാഷാലിംഗനം ചെയ്യുന്ന വിധത്തിലുള്ള അനവധ്യഹൃദ്യമായ ഒരവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് പോവുകയും അത് ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഭാഷാ ദിനം സമുചിതമായി ആഘോഷിച്ചതിന് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വേറെ ചടങ്ങുണ്ടോ? ഉദ്ഘാടനം. ഇത് ഉദ്ഘാടനം ചെയ്തതായി, നിങ്ങളുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.